Hi students, now we are starting the third unit, the trumpets of change. Trumpets of change എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ കാഹളങ്ങൾ എന്നാണല്ലേ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഒരു കോട്ട് ഉണ്ട്. ഇഫ് യു ആർ ന്യൂട്രൽ ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഇൻജസ്റ്റിസ് യു ഹാവ് ചൂസൺ ദ സൈഡ് ഓഫ് ദ ഒപ്രസർ എന്നതാണ്. അതായത് നമ്മൾ മുമ്പിൽ ഒരു ഇൻജസ്റ്റിസ് കാണുകയാണ് അല്ലെങ്കിൽ ഒരു അനീതി നടക്കുന്നത് കാണുകയാണ്, നമ്മൾ റിയാക്ട് ചെയ്യാതെ മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ ഒരു അക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ അക്രമിയുടെ ഭാഗം പിടിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കോട്ട് പറയുന്നത്. ഇഫ് യു സീ സമ്മൺ ബീങ് ട്രീറ്റഡ് അൺഫെയർലി ആൻഡ് യു ഡു നത്തിങ് യു ആർ ഹെൽപ്പിംഗ് ദ പേഴ്സൺ ഹു ഇസ് ഡൂയിങ് ദ അൺഫെയർ തിങ്. ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് ഡെസ്മോണ്ട് ടൂട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കോട്ടാണത്. സോ ഇനി ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്റേഴ്സാണ്. അനദർ ഡേ ഇൻ പാരഡൈസ്, ദെൻ വാർ, എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു സോങ്, ഒരു രണ്ട് ഷോർട്ട് സ്റ്റോറീസുമാണുള്ളത് അല്ലേ. ഇനി ഇതിൻ്റെ തുടക്കത്തിൽ ഒരു പിക്ചർ കാണാമല്ലോ, ഇക്വാലിറ്റി, ഇക്വിറ്റി, ജസ്റ്റിസ്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? ഒന്നാമത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള കാര്യമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഷോർട്ടായിട്ടുള്ള ആൾക്ക് അതുകൊണ്ട് യൂസ്ഫുള്ളാണോ? അല്ല, ഒരിക്കലും അല്ല. ഇനി ഇക്വിറ്റി വരുമ്പോൾ എന്താണ്, ആളുകളുടെ നീഡിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈറ്റ് കൂടിയ ആൾക്ക് ആ ബോക്സിൻ്റെ ആവശ്യമില്ല, മറ്റേ ആൾക്ക് എന്താണ് ഒരു ബോക്സ് കൂടെ എക്സ്ട്രാ കൊടുത്തു അങ്ങനെ. ദെൻ ജസ്റ്റിസ് വരുമ്പോൾ എന്താണ്, ആ ഒരു വാള് തന്നെ അവിടെ നിന്ന് ഒഴിവാക്കി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്വാലിറ്റി, ഇക്വിറ്റി, ജസ്റ്റിസ് എന്ന് പറഞ്ഞ 3 കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പസിൽ പോലെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്താനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ക്ലൂക്ക് അനുസരിച്ച് കണ്ടെത്തുക. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്ററാണ് അനദർ ഡേ ഇൻ പാരഡൈസ്, സ്വർഗത്തിൽ ഒരു ദിവസം കൂടി എന്നുള്ള ഫിൽ കോളിൻസിൻ്റെ ഒരു സോങ് ആണിത്. ടേക്ക് എ മൊമെൻറ്റ് ടു റിഫ്ലക്റ്റ് ഓൺ ദ ലാസ്റ്റ് ടൈം യു വാക്ക് പാസ് സമ്മൺ ഇൻ നീഡ്, ഡിഡ് യു നോട്ടീസ് ദം. അപ്പോൾ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ഒരാവശ്യമുള്ള ഒരാളുടെ മുന്നിലൂടെ നിങ്ങൾ ലാസ്റ്റ് ടൈം എപ്പോഴാണ് പാസ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ അവരെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ടാവില്ല അവിടെ ഇരിക്കുന്നു, നമ്മളോട് കൈ കാണിച്ച് യാചിച്ചൊക്കെ ഇരിക്കുന്നു. പലപ്പോഴും ആളുകൾ അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകുന്നത് കാണാം. മേ ബി അവരുടെ തിരക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട്, ഇവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടൊക്കെ ആവാം അല്ലേ. ഹൗ ഡിഡ് യു റെസ്പോണ്ട് ടു ദെയർ പ്ലൈറ്റ്, അവരുടെ വിധിയോട് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാറ്? വാട്ട് തോട്ട്സ് ഓഫ് ഫീലിങ്സ് കെയിം ടു യുവർ മൈൻഡ് ദെൻ, അപ്പോൾ അവരെ കാണുമ്പോൾ എന്ത് തോട്ട്സ് അല്ലെങ്കിൽ എന്ത് ഫീലിങ്സാണ് നിങ്ങൾക്ക് വരാറുള്ളത്? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ലിറിക്സ് ഓഫ് ദ സോങ് അനദർ ഡേ ഇൻ പാരഡൈസ്. അപ്പോൾ ഈ ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് അനദർ ഡേ ഇൻ പാരഡൈസ്. നോക്കാം. She calls out to the man on the street, "Sir, can you help me? It's cold and I have nowhere to sleep. Is there somewhere you can tell me?" അപ്പോൾ എന്താണ്, ഒരു സ്ത്രീയാണല്ലേ ഷീ അവരെന്താണ് സ്ട്രീറ്റിലൂടെ പോകുന്ന ഒരാളെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യാമോ, വളരെ തണുപ്പാണ്, എനിക്ക് ഉറങ്ങാനൊരിടയില്ല, അല്ലെങ്കിൽ എനിക്കൊരു വീടില്ല. ഇസ് ദർ സംവെയർ യു ക്യാൻ ടെൽ മീ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ ഏതെങ്കിലും ഒരു പ്ലേസ് എനിക്ക് വേണ്ടി? ഹി വാക്സ് ഓൺ, ഡസൻ ലുക്ക് ബാക്ക്, ഹി പ്രിറ്റൻസ് ഹി കാൺട്ട് ഹിയർ ഹർ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, തൻ്റെ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു, തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ അവളെ കണ്ടതുപോലും നടിച്ചില്ല. സ്റ്റാർട്സ് ടു വിസിൽ ആസ് ഹി ക്രോസസ് ദ സ്ട്രീറ്റ്, സീംസ് എംബാരസ്ഡ് ടു ബി ദർ. പിന്നെ അദ്ദേഹം ആ ഒരു തെരുവ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ വിസിലൊക്കെ അടിച്ച് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അദ്ദേഹം പോകുന്നു. ആ ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു എംബാരസ്ഡ് ആയ പോലെ, തനിക്കെന്തോ നാണക്കേട് തോന്നിയ പോലെ, ആ ഒരു സ്ത്രീ ഇങ്ങനെ തന്നെ വിളിച്ചപ്പോൾ എന്തോ ഒരു നാണക്കേട് തോന്നിയ പോലെയൊക്കെയാണ് അയാൾ ബിഹേവ് ചെയ്തത്. ഹോ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കൂ, കാരണം ഈ ദിവസം നിങ്ങൾക്കും എനിക്കും ഈ ഒരു സ്വർഗത്തിലൊരു ദിവസം കൂടിയാണ്. ഹോ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, തിങ്ക് അബൌട്ട് ഇറ്റ്. ആ ഒരു റെഫ്രൈൻ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ളത് ഒരു ഐറോണിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഒരു വേൾഡിന്, അല്ലെങ്കിൽ ഇപ്പോൾ ആ പിക്ചറിൽ കാണാം അല്ലേ, ആ നടന്നു പോകുന്ന ആളുടെ അല്ലെങ്കിൽ ആ ലോകത്തിന് ഒരു പാരഡൈസായിട്ട്, ഒരു സ്വർഗ്ഗമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആർക്കൊക്കെയാണ് അതൊരു പാരഡൈസ്? മേ ബി ആ നടന്നു പോകുന്ന ആളുകൾക്ക് അതൊരു സ്വർഗ്ഗ തുല്യമായിട്ടുള്ള സ്ഥലമായിരിക്കും, അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം, അവരുടെ നോർമൽ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ യാചിച്ച് ഇരിക്കുന്ന ആ സ്ത്രീയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹോംലെസ് ആയിട്ടുള്ള ആ സ്ത്രീയെ സംബന്ധിച്ച് എന്താണ്, അത് പാരഡൈസ് ആണോ? അല്ല, അവരത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഐറോണിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ടൈറ്റിലും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയതിൽ വരാൻ പോകുന്ന ഈ ഒരു റെഫ്രൈനും ഐറോണിക് ആണെന്ന് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഷീ കാൾസ് ഔട്ട് ടു ദ മാൻ ഓൺ ദ സ്ട്രീറ്റ്, ഹീ ക്യാൻ സീ ഷീസ് ബീൻ ക്രൈയിങ്. എന്താണ്, ഷീ ഹാസ് ബീൻ ക്രൈയിങ്, അവൾ കരഞ്ഞുകൊണ്ട് ആ ഒരു ആളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവൾ കരയുന്നത്. ഷീ ഹാസ് ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹർ ഫീറ്റ്, അവളുടെ കാലിൻ്റെ അടിയിലൊക്കെ ബ്ലിസ്റ്റേഴ്സ്, മുറിവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് നടന്നിട്ടാവാം. ഷീ കാൺ വാക്ക് ബട്ട് ഷീ ഈസ് ട്രൈയിങ്, അവൾക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല, പക്ഷെ അവർ ശ്രമിക്കുന്നുണ്ട്. ഹോ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഹോ തിങ്ക് ട്വൈസ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ആൻസർ എന്താ പറയുന്നത് നോക്കാം. ഹോ ലോഡ്, ഈസ് നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു.
ഓ ലോഡ് ദൈവമേ ചോദിക്കുകയാണ്, ഇവിടെ ആർക്കും ഒന്നും ചെയ്തു തരാനില്ലേ, അല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഓ ലോഡ് ദർ മസ്റ്റ് ബി സംതിങ് യു ക്യാൻ സേ, നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുമോ ഗോഡ് എന്ന് ചോദിക്കണം. യു ക്യാൻ ടെൽ ഫ്രം ദ ലൈൻസ് ഓഫ് ഹെർ ഫേസ് യു ക്യാൻ സീ ദാറ്റ് ഷീ ഈസ് ബീൻ ദർ. എന്നാൽ അവരുടെ മുഖത്ത് ആ ഒരു ചുളിവുകൾ ലൈൻസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവൾ കുറേ കാലമായിട്ട് അല്ലെങ്കിൽ കുറേ സമയമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. Probably been moved on from every place because she didn't fit in there. അതുപോലെ തന്നെ അവരെന്താണ് ഒരുപാട് സ്ഥലം ഇങ്ങനെ മാറി മാറി ഇരുന്നിട്ടുണ്ടാവാം. കാരണം ഏത് സ്ഥലത്തും ആളെ ഫിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ഒരുപാട് സ്ഥലം ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവാം. Think twice cause it's another day for you and me in paradise. വീണ്ടും 2 പ്രാവശ്യം അല്ലെങ്കിൽ ട്വൈസ് ഒന്നും കൂടെ നിങ്ങൾ ചിന്തിക്കൂ, കാരണം ഈ ദിവസം എനിക്കും നിങ്ങൾക്കും ഈ സ്വർഗത്തിൽ മറ്റൊരു ദിവസമായേക്കാം. Think twice, it's just another day for you and me in paradise. Just think about it. It's just another day for you and me in paradise. It's just another day for you and me in paradise. Just think about it. അപ്പോൾ ഈ ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു പാട്ടാണ്. പാട്ടിൽ ചില ലൈൻസൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതിന് നമുക്ക് ടൂണൊക്കെ കൊടുത്ത് പാടുമ്പോൾ അതിൻ്റെ ആ ഒരു റിതം ഒന്നും കൂടെ മെച്ചപ്പെടും ഇങ്ങനെ വരുമ്പോൾ അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഐറണിനെ എംഫസൈസ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു ലൈൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോങ്ങിൽ സിമ്പിളി പറയുകയാണെങ്കിൽ, ഒരു സ്ട്രീറ്റിൽ അതുപോലെ തന്നെ ഹോംലെസ് ആയിട്ടുള്ളൊരു വിമൺ നിൽക്കുന്നു. അവർ തൻ്റെ ചുറ്റും നടന്നു പോകുന്ന ആളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് തൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം നമ്മൾ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പോയമാണിത്. ഒരു വിമൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ലൈഫ് എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് പോയറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പോയറ്റ് എഴുതിയ ആളാരാണെന്ന് നോക്കാം. ഫിലിപ്പ് കോളിൻസ് ആണല്ലേ. ഫിലിപ്പ് കോളിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് മ്യൂസീഷ്യനാണ്, സിംഗറാണ്, സോങ് റൈറ്ററാണ്, ദെൻ റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ. ഹി വാസ് എ ഡ്രമ്മർ ആൻഡ് ലീഡ് സിംഗർ ഓഫ് റോക്ക് ബാൻഡ് ജെനസിസ് എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ ലീഡ് സിംഗറും ഡ്രമ്മറൊക്കെയാണ്. ഹിസ് മോസ്റ്റ് സക്സസ്ഫുൾ സിംഗിൾസ് ഇൻക്ലൂഡ് ഇൻ ദ എയർ ടു നൈറ്റ്, വൺ മോർ നൈറ്റ്, അനദർ ഡേ ഇൻ പാരഡൈസ് ആൻഡ് ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ഡൗൺ. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ഒക്കെയാണത്. കോളിൻസ് ഹാസ് ബീൻ സെലിബ്രേറ്റഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു പോപ്പ് മ്യൂസിക് canon, both as a solo artist and member of Genesis. Among other honors, his solo work has earned him 8 Grammys, an Academy Award, an Oscar, a Brit Award for British Album of the Year, and many more. In 1999, he was honored with a star on Hollywood Walk of Fame. ഒരുപാട് അവാർഡ്സൊക്കെ വാങ്ങിക്കൂട്ടി, അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പ് സിംഗർ അല്ലെങ്കിൽ ഒരു റൈറ്ററൊക്കെയാണ് ഫിലിപ്പ് കോളിൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സോങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് തന്നത്. ഇതിൻ്റെ അപ്രീസിയേഷൻ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അപ്കമിങ് വീഡിയോസിൽ ചെയ്യാം. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.